Please subscribe and click on the bell icon for more videos. നമസ്കാരം ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം ഓപ്ഷൻ ബൈയിങ് എപ്പോഴും ഒരു ലിമിറ്റഡ് റിസ്ക് ഡീലാണോ അല്ലയോ എന്നാണ്. നമ്മൾ സാധാരണ പറയാറുള്ള കാര്യം ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് മാക്സിമം റിസ്ക് ഈസ് ക്യാപ്ഡ് എന്നാണ് പറയാറ്. കാരണം കോൺട്രാക്റ്റ് വാല്യൂ എത്രയാണോ, അതിൻ്റെ പ്രീമിയം എത്രയാണോ, ഓപ്ഷൻ്റെ പ്രീമിയം എത്രയാണോ അത്രയാണ് മാക്സിമം നമുക്ക് നഷ്ടപ്പെടാനുള്ള പണം. അതിൽ കൂടുതൽ നഷ്ടപ്പെട്ടില്ല. അതേസമയം ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് റിസ്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഓപ്ഷൻ്റെ വില എത്ര വേണമെങ്കിലും കൂടിപ്പോകാം. അപ്പോൾ കൂടിപ്പോകുന്നതനുസരിച്ച് ഉണ്ടാകുന്ന MTM ലോസ് നമ്മൾ കവർ ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ സാധാരണയായി പറയാറുള്ളത്. ഓപ്ഷൻ സെല്ലിംഗ് അൺലിമിറ്റഡ് റിസ്ക് ആണ്, ഓപ്ഷൻ ബൈയിങ് ലിമിറ്റഡ് റിസ്ക് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇതിന് കുറച്ചൊരു അപവാദങ്ങളുണ്ട്. ഓപ്ഷൻ ബൈയിങ് ലിമിറ്റഡ് റിസ്ക് ആണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ്റെയും കേസിൽ. പക്ഷേ ഓപ്ഷൻ ബൈയിങ് അതിനും ചില റിസ്കുകളൊക്കെ ചേർന്നിട്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. അതായത് ഇന്ന വിലയിൽ താഴെ വന്നാൽ ഞാൻ ഇത്ര എമൗണ്ട്, ലോട്ട് സൈസിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട്, അത്ര എണ്ണം ആ ഒരു സ്റ്റോക്ക് ആ ഒരു പുട്ട് ഓപ്ഷൻ വിൽക്കുന്ന ആൾക്ക് നൽകിക്കോളാം. അതാണ് എഗ്രിമെൻറ്റ്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ അണ്ടർലൈങ് തിയറി അതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പുട്ട് ഓപ്ഷൻ ഒരു 2300 എന്ന് പറയുന്നൊരു പുട്ട് ഓപ്ഷൻ അത് ഞാൻ വാങ്ങി. അപ്പോൾ ഞാൻ വാങ്ങിയാൽ ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം, അത് സെല്ല് ചെയ്ത ഒരാളുണ്ടാവും അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആ സെല്ലറോട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റ് മറ്റൊന്നുമല്ല, 2300 അതിൻ്റെ താഴേക്കോ വന്നു കഴിഞ്ഞാൽ ഞാൻ ലോട്ട് സൈസിന് തുല്യമായ എണ്ണം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയറുകൾ നൽകിക്കോളാം എന്നാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? എക്സ്പയറി ഡേയിൽ ഫിസിക്കൽ ഡെലിവറിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില താഴേക്ക് വന്നിട്ട് നമ്മൾ എക്സ്പയറിയിൽ അതങ്ങോട്ട് നമ്മൾ സെല്ല് ചെയ്യാതെ റോൾ ഔട്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് നമുക്ക് ബാധകമായിട്ടുള്ളത്? എക്സ്പയറി ഡേ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് T+2 ഡേയിൽ തിങ്കളാഴ്ച നമ്മൾ 250 ഒരു ലോട്ടാണ് എടുത്തതെങ്കിൽ 250 എണ്ണം റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ ഈ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് നമ്മൾ നൽകണം. അതിനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ എക്സ്പയറി ഡേക്ക് മുമ്പ് നമ്മൾ ഈ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണം. ഇൻഡെക്സ് ഓപ്ഷൻസ് പോലെ നമ്മൾ റോൾ ഓവറായിട്ട് വിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 250 റിലയൻസ് ഒരു ലോട്ടാണ് എടുത്തതെങ്കിൽ 250 റിലയൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഷോർട്ട് ഡെലിവറി സംഭവിക്കും. ഓപ്ഷൻ മാർക്കറ്റിൽ പോകും, 20% ചിലപ്പോൾ കൂടുതലായിട്ട് ഉള്ള വില നൽകി അതിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കണ്ടമാനം മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വില പ്ലസ് ഒരു എക്സ്ചേഞ്ച് പെനാൽറ്റി, ഷോർട്ട് ഡെലിവറി പെനാൽറ്റിയും കൂടി കൊടുത്തിട്ടുള്ള അത്ര എമൗണ്ട് നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിന് തന്നെ ഉള്ളടക്കം മറ്റൊന്നുമല്ലായിരുന്നു. പലരും ഓപ്ഷൻസിൻ്റെ അകത്ത് ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ ധനനഷ്ടം നിങ്ങൾക്കുണ്ടാകാം. പിന്നെ അപൂർവങ്ങളായിട്ടെങ്കിലും ഇതേപോലെ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ലിമിറ്റഡ് റിസ്ക് ആണ് എന്ന് പറയുന്നതിന് ഒരു അപവാദമായി ചിലപ്പോൾ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പ്രീമിയം മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ളത് വീണ്ടും പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.